നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആരും ഇത് കണ്ടിട്ടുണ്ട്, അല്ലാതെ ഇതെടുത്ത് ഇവിടെ വെക്കാൻ വഴിയില്ല. ആരായിരിക്കും, ആർക്കായിരിക്കും ഈ കത്ത് കിട്ടിയിരിക്കോ? രോഹിത്തിനായിരിക്കോ? അങ്ങനെയാണെങ്കിൽ എന്റെ ഈ ജീവിതം തീർന്നു. നിങ്ങളുടെ സ്വത്തുക്കളും മൊത്തമായി സർക്കാരിലേക്ക് കണ്ടുവിട്ടെന്നാ ഉദ്ദേശിക്കുന്നത്. കുടുംബക്കാര് വഴി ഇങ്ങനൊരു ചതി ഉണ്ടാവുമെന്ന് ഓർത്തില്ല അല്ലേ? അവൻ ചതിയനായിരിക്കും, സമ്മതിച്ചു. പക്ഷേ അവൻ ചതിച്ചതിനേക്കാൾ എന്നെ വേദനിപ്പിച്ചത് നീ എന്റെ മുമ്പിലാടി നാടകങ്ങളാ. അത് വന്ന് തറച്ചതേ എന്റെ ഈ ചങ്കില. ഇനി എന്റെ ജീവിതത്തിലെ നിനക്കിനി ഇവിടെ സ്ഥാനമില്ല. എന്നെ വിഷ്ണുവായിട്ട് മനസ്സിലാക്കുന്നില്ല എന്നൊരൊറ്റ സങ്കടം എനിക്കുള്ളൂ. മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇങ്ങനൊന്നും പറയില്ലായിരുന്നു. വീണ്ടും നീ എന്റെ മുമ്പിൽ നാടകം കളിക്ക. നീ, നിന്റെ അമ്മ, നിന്റെ അനിയത്തി, എല്ലാവരും എന്റെ അമ്മയുടെ മുമ്പിൽ പറഞ്ഞത് മുഴുവൻ കള്ളത്തരങ്ങളാ. എന്തിനാടി ആ കുട്ടികളുടെ മുമ്പിൽ വരെ നീ കാണിച്ച് തരം താഴ്ന്ന വൃത്തികേടല്ലേ? എന്തിനാടി നിങ്ങൾ ഇങ്ങനെ കുടുംബത്തോടെ മറ്റുള്ളവരെ കബളിപ്പിച്ച് ജീവിക്കുന്നേ? എന്ത് പുണ്യം കിട്ടാനാ ഇത്രയും നുണകൾ ഇങ്ങനെ എഴുന്നള്ളിപ്പിക്കുന്നേ? വിഷ്ണുട്ടൻ എന്തൊക്കെയായി പറയാ? അങ്ങനെ നീ എന്നെ വിളിക്കരുത്. ഞാൻ നിന്നെ വെറുക്കുന്നത് പോലെ ലോകത്തൊരാളും നിന്നെ വെറുക്കുന്നില്ല. കാരണം നീ ശരിയല്ല. നിന്റെ ഉള്ളിൽ മുഴുവൻ ദുഷ്ടചിന്തകളാ. മനസ്സു ശരീരം മറ്റൊരാൾക്ക് നൽകിയിട്ട് വീണ്ടും എന്റെ മുമ്പിൽ സ്നേഹം കാണിച്ചു വരാൻ നിന്നെ എന്ത് പേരിട്ടാണ് വിളിക്കട്ടെ? ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതിന് ഭേദം എവിടെയെങ്കിലും പോയി ചത്തൂടെ നിനക്കൊക്കെ. മറ്റുള്ളവർക്കെങ്കിലും സ്വസ്ഥവും സമാധാനം കിട്ടുമല്ലോ. നിന്റെയൊക്കെ കുടുംബം തന്നെ നോക്ക്. നിന്റെ അമ്മയുടെ കൂടെ നിന്റെ അച്ഛൻ ജീവിക്കാറുണ്ടോ? ഇല്ല, ജീവിക്കില്ല. ജീവിക്കാൻ നിങ്ങളുടെ പാരമ്പര്യം സമ്മതിക്കില്ല. നീ ഡൽഹിയിലായപ്പോ നിന്റെ ഒപ്പം കൂടിയല്ലേ സത്യൻ അച്ഛനാന്ന് പറഞ്ഞ് നീ ഇപ്പൊ കൊണ്ടിടക്കുന്നേ അല്ലേ? അവന്റെ കൂടെ ചേർന്നിട്ട് എന്തൊക്കെ കള്ളത്തരവാടി നീയൊക്കെ ചെയ്തു കൂട്ടിയേ. തുടരുത് നീ. ഇങ്ങനെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായിട്ട് ജീവിക്കുന്നതിന് ഭേദം വല്ല കുളത്തിലോ ആറ്റിലോ പോയി ചടി ചാവണതാ. അല്ലേ കുറച്ച് വിഷം കഴിക്കേ. ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതിന് ഭേദം അത് തന്നെയാണ് നല്ലത്. നീയൊന്ന് ചത്താലും ഒരിറ്റ് കണ്ണീര് പൊടിക്കില്ല. അത്രത്തോളം ഞാൻ നിന്റെ വെറുക്കുക. അത്രത്തോളം ഞാൻ നിന്നെ വെറുക്കുക. ഇനി ഒരു അപേക്ഷയുണ്ട്, ദയവ് ഇതെന്റെ ഫോണിലേക്ക് വിളിക്കരുത്. എനിക്ക് ശബ്ദം ഫോണിൽ വരുന്ന പോലെ അലർജിയാ. വിളിക്കരുത്.
പ്രസവിച്ചത് ശാലിനിയാ. നിന്റെ ഭാര്യ ശ്യാമയ്ക്ക് കുട്ടികൾ ഉണ്ടാവില്ല. സമയം ഒരുപാടായല്ലോ. രോഹിത് ഇന്ന് ഹോട്ടലിൽ പോകുന്നില്ലേ? ആ, ഇന്നൽപ്പം വൈകിയേ പോകുന്നുള്ളൂ. ഈശ്വര, ഇതാരാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? ഇതാരെങ്കിലും കണ്ടിട്ടുണ്ടാവോ, വായിച്ചിട്ടുണ്ടാവോ? ഓ, ഏത് ശപിക്കപ്പെട്ട നേരത്താണ് ദൈവമേ എനിക്കിത് എഴുതാൻ തോന്നിയത്? ആരും ഇത് കണ്ടിട്ടുണ്ട്, അല്ലാതെ ഇതെടുത്ത് ഇവിടെ വെക്കാൻ വഴിയില്ല. ആരായിരിക്കും? ആർക്കായിരിക്കും ഈ കത്ത് കിട്ടിയിരിക്കുക? രോഹിത്തിനായിരിക്കോ? അങ്ങനെയാണെങ്കിൽ ശ്ശോ, എന്റെ ഈ ജീവിതം തീർന്നു. എന്താ ശ്യാമേ, സുഖമില്ലേ? അല്ല, മുഖത്തെന്താ ഒരു പരിഭ്രമം പോലെ? ഇല്ല രോഹിത്, എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്കാണോ കുഴപ്പം? എന്റെ കണ്ണുകൾക്കാണോ കുഴപ്പം? രോഹിത് എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നീ എന്താ വിയർക്കുന്നേ? അത് വല്ലാത്ത ചൂട്. റൂം തൂത്ത് വൃത്തിയാക്കുമായിരുന്നു. തൂത്തുടച്ച് വൃത്തിയാക്കേണ്ടതേ റൂമല്ല, ഓരോരുത്തരുടെയും മനസ്സാ. ഉള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ദുഷിച്ച ചിന്തകളെല്ലാം മനസ്സിൽ വെച്ചിട്ട് പുറമെ എത്ര ചിരി വരുത്താൻ ശ്രമിച്ചാലും അത് മുഖത്ത് പ്രതിഫലിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.